രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഭാഗമായിക്കൊണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തുന്ന മൃതദേഹങ്ങളുടെ ഈ ഒരു ദുരന്തത്തിന്റെ 3ാമത്തെ ദിവസത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്താഴമാണ്. അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ ഇവിടെ ക്രോഡീകരിച്ചു കൊണ്ടിരിക്കുന്നത്. വരുന്ന ആംബുലൻസുകളും അതുപോലെ തന്നെ മൃതദേഹങ്ങൾക്കുമെല്ലാം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് 3 ദിവസവും നമ്മളോടൊപ്പം ഈ ഒരു പ്രവർത്തനത്തിൽ ഈ ഒരു മേഖലയിൽ സജീവമാണ് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇന്ന് 3ാമത്തെ ദിവസമാണ്. എത്രത്തോളം മൃതദേഹങ്ങൾ വന്നു, അതിന്റെ കാര്യങ്ങളൊക്കെ? നമുക്ക് ഫുൾ ബോഡി 52 വന്നു, ഇപ്പോഴും വന്നുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും 52 ഫുൾ ബോഡി നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇവിടുന്ന് മേപ്പാടിലേക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 100ന്റെ മുകളിൽ നമുക്ക് പാർട്സ് വന്നിട്ടുണ്ട്, അതും ഇവിടുന്ന് വൈത്തിരിക്ക് അയച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഇന്നലെ രാവിലെ 7 മണി മുതൽ ഈ സമയം വരെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇടതടവില്ലാതെയും ആണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്ത്, ആരോഗ്യ പ്രവർത്തകർ, അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ നാട്ടിലെ മുഴുവൻ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ കൊണ്ട് ആണ് നമ്മളിത് വിജയിപ്പിച്ചെടുത്തത്. നമുക്കൊരു ബോഡി പോലെ ഇപ്പോൾ 3 ബോഡിയാണ് പെൻഡിങ് ഉള്ളത്. അല്ലാത്ത എല്ലാ ബോഡികളും വരുന്ന മുറക്ക് കാര്യങ്ങൾ നടത്തി അത് നമ്മൾ മേപ്പാടിക്ക് കൊടുന്നു, വൈത്തിരിക്ക് കൊടുന്നു. അതിന് വേണ്ട ആംബുലൻസ് സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. അന്ന് ഈ അപകടം നടന്ന ദിവസം തന്നെ ഞങ്ങൾ ഓൺലൈനായിട്ട് നമ്മൾ എല്ലാവരോടും ഫ്രീസർ വേണമെന്ന് അഡ്വാൻസ് പറഞ്ഞു. നമുക്ക് 50ഓളം ഫ്രീസർ ആ സമയത്ത് തന്നെ കിട്ടി. അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ ഒരു വാട്സപ്പ് മെസ്സേജ് കൊടുത്തു, നമുക്ക് ആംബുലൻസ് അനിവാര്യമാണെന്ന് പറഞ്ഞാൽ ആംബുലൻസ് വന്നുകൊടുക്കും. ഇപ്പോഴും 10 ആംബുലൻസ് തൃശ്ശൂരിൽ നിന്ന് വന്ന് പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആംബുലൻസ് ഇത്തരം കാര്യങ്ങൾ നമ്മോട് പരമാവധി എല്ലാ ആളുകളും സഹകരിച്ചിട്ട് ഒരു ദുരന്തമുഖത്ത് നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിയുമെന്ന് ഈ 3 ദിവസം നിലമ്പൂരിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും എല്ലാ ചാനലുകളും പറയുന്നത് ഏറ്റവും നന്നായി നടക്കുന്നതും വളരെ സ്പീഡിൽ നടക്കുന്നതും നിലമ്പൂരിലാണെന്ന് പറയുന്നത്. അത് ഇവിടുത്തെ ഒരു കൂട്ടായ്മ, എൻ്റെ മാത്രം കഴിവല്ല. ഇവിടുത്തെ സൂപ്രണ്ട്, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ CI, DYSP, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ, എല്ലാവരുടെ ഒരു ഏകീകരണം. ഞങ്ങൾ രാവിലെ 9 മണിക്കൊന്ന് 5 മിനിറ്റ് ഇരിക്കുന്നു, നമ്മളൊരു ഏകീകരണം ഉണ്ടാക്കുന്നു. അതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിന് നമുക്ക് ഇവിടുത്തെ അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാർ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ എല്ലാവരെയും കൂട്ടമായ ഒരു പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഇത്ര ചെയ്യാൻ കഴിഞ്ഞത്. ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു ആശുപത്രി എന്ന നിലയ്ക്ക് ജില്ലാ പഞ്ചായത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തതാണ്, നമ്മൾ ചെയ്ത് തീർക്കേണ്ടതാണ്. അത് വളരെ ഭംഗിയായിട്ട് ജില്ലാ പഞ്ചായത്ത് നടത്തുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഇതിൽ കണ്ടത്. ഇത് ഞങ്ങളൊരു ബാധ്യതയാണ്. കാരണം ഒരു മനുഷ്യൻ്റെ അവസ്ഥ നമ്മൾ നാളെ ഇത് നമുക്കും വരാം. അപ്പോൾ അതെങ്ങനെ അങ്ങനെ ഒരു അവസ്ഥ വരരുത് എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ വന്നൊരു ബോഡിയെ വളരെ മാന്യമായി സ്വീകരിച്ചത് നമ്മൾ തൊട്ടടുത്ത അയൽ ജില്ലയായ മേപ്പാടിയേക്ക് കൊടുത്തു വിടുന്നത് വരെ അതിൻ്റെ പുറകെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസമിതി എന്ന നിലയ്ക്ക് ഞങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ആശുപത്രി ജീവനക്കാർ, പോലീസ് ഉദ്യോഗസ്ഥർ, എല്ലാവരും സന്നദ്ധ സംഘടന എല്ലാവരും കൂട്ടായി നിന്നിട്ടാണ് നമ്മളിത് വിജയിപ്പിക്കുന്നത്. ഒരു തടസ്സമില്ലാതെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങളൊക്കെ തന്നെ വന്നപ്പോൾ കണ്ടാണ്, നമ്മൾ മഴ വരുന്ന സമയത്ത് മാത്രമാണ്. പിന്നെ സൗകര്യത്തിൻ്റെ ഒരു കുറവുണ്ട്, എന്നാലും അതൊക്കെ നമ്മൾ പരിഹരിച്ച് ആണ് മുന്നോട്ട് പോകുന്നത്. അപ്പം സത്യത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയും അതോടൊപ്പം തന്നെ ഇവിടെ ഭക്ഷണം കിട്ടാതെ ഒരാൾ ബുദ്ധിമുട്ടുന്നില്ല, ഇവിടെ ചായ കിട്ടാതെ ഒരാൾ ബുദ്ധിമുട്ടുന്നില്ല. വരുന്ന ആളുകൾക്ക് ഇരിക്കാനും നിൽക്കാനും അവർക്ക് ബോഡി കാണാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. എല്ലാം ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ വലിയ സന്തോഷം. തീർച്ചയായും ഇപ്പോഴും മൃതദേഹങ്ങളും മൃതദേഹ ശരീരങ്ങളും അവശിഷ്ടങ്ങളും ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ജില്ലാ ആശുപത്രിയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ഒരു പ്രവർത്തനത്തെ ഒരു സമയവും വൈകാതെ തന്നെ കൃത്യമായി അത് ഏറ്റുവാങ്ങുന്നു, അത് കൈമാറുന്നു, നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ദുരന്തത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടത്തിയ ഏകോപനം ഏറ്റവും പ്രശംസിക്കേണ്ട ഒരു പ്രവർത്തനം തന്നെയാണ്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഇസ്മായിൽ മുത്തേടമാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേർന്നത്. ക്യാമറ പേഴ്സൺ സഹദ് സക്കീറിനോടൊപ്പം അർഷാദ് അൻവർ, ഈസ്റ്റ് ലൈവ്. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor.